ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. ഈ ഒരു നോമ്പ് തുറക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണിത്. ഇതിൻ്റെ കൂടെ തന്നെ സാധാരണയിൽ നിന്ന് നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന ഒരു ചേരുവ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വന്നാൽ ഒരു 1/4 കപ്പോളം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മൂപ്പിച്ചിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴമാണ്. ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പം ഈ പഴം കൂടി നമുക്കിത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അധികമായിട്ട് ഉടഞ്ഞ് വെന്തിട്ട് ഉടഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ പഴം ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു കായ്പോളക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചേർത്തിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് തേങ്ങയും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങയൊന്ന് മുരിച്ചെടുക്കണം. ഈ ഒരു നെയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പഴം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് 3 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 3 എണ്ണോ അതല്ലാന്നുണ്ടെങ്കിൽ 4 എണ്ണം വരെ എടുക്കുക. ചെറുതാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കുക, വലുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം അതല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരണം. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പഴം മാറ്റി വെച്ചതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം പഴയൊരു ദോശത്തവയോ അല്ലെങ്കിൽ പഴയൊരു തട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ ഈ ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ലെവലാക്കി കൊടുക്കുക.
എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചതിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് 10 മിനിറ്റും കൂടി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നോമ്പ് തുറക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്